നമസ്കാരം. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ബിലാൽ ഹജ്ജ് ഉംറ സർവീസ് വഴി പോയ ഹാജിമാരുടെ സംഗമം ആലുവ കൊടികുത്തുമല KMJ ഹാളിൽ നടത്തി. ബിലാൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ ഹമീദ് സഖാഫി അധ്യക്ഷത വഹിച്ചു. എടത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മാഹിൻ KA ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കാക്കര മുനിസിപ്പൽ ചെയർമാൻ ശ്രീ റാഷിദ് ഉള്ളാപ്പള്ളി, സയ്യിദ് ശിഹാബുദ്ദീൻ അഹ്ദൽ മുത്തന്നൂർ തങ്ങൾ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടേരി മുഖ്യപ്രഭാഷണം നടത്തി. KK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ജലാലുദ്ദീൻ അഹ്സനി, AP അഹമ്മദ് നൂർ മുസ്ലിയാർ, AM കാസിം അൽ ഹസനി, അബ്ദുസലാം മുസ്ലിയാർ, ജലാലുദ്ദീൻ അഹ്സനി, കുഞ്ഞു മുഹമ്മദ് ഹാജി, അനസ് സഖാഫി, MA അബ്ദുറഹ്മാൻ, സുബൈർ സഖാഫി, നൌഷാദ് ഓലിമുകൾ, PA അബ്ദുൽ സലീം തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ഉംറ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുവാൻ പോയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ സന്നിധരായിട്ടുള്ള ഈ പരിപാടി. ബിലാൽ ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, വളരെ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹജ്ജ് ഉംറ രംഗത്തും ഇന്ത്യ രംഗത്തുമല്ല ആവേശത്തോടെ എന്നും കത്തിപിടിച്ച് നിൽക്കുന്ന ഒരു മഹാസംഘടനയാണ് ഈ ഗ്രൂപ്പിൽ. ഒട്ടനവധി ആളുകൾ ഹജ്ജും ഉംറയുമൊക്കെ നിർവഹിക്കാനായി പോയിട്ടുണ്ട്. അവരുടെ എല്ലാം പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം പൊതുജന മധ്യത്തിലും രാത്രികാലങ്ങളിലും റോഡ് സൈഡിലാണ്. അതിനെല്ലാം മാറ്റം ഉണ്ടാക്കാൻ ഇത്തരം കൂട്ടായ്മകൾക്ക് സാധിക്കും. കാരണം അവബോധം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും വലിയ കടമയാണ്. ഹജ്ജ് ഉംറ സർവീസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ ആദ്യമായി ദർബാറിൽ എന്നെ കാണിച്ചു തന്നത് ബിലാൽ സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഒരു ക്യാമ്പിലാണ്. യാദൃച്ഛികമായ ഉസ്താദ് എന്നെ വിളിച്ച് പറഞ്ഞ് നമുക്കൊന്ന് പോകാം. ഞാൻ ഇതൊന്നും പോയിട്ടുണ്ടായി. ഒരുപാട് ശീലിച്ചവർ ഹജ്ജ് നമ്മുടെ ജീവിതത്തിൽ സമൂലമാക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏത് ദക്ഷിക്കാരനും ഏത് മുൻകോപിയും ഏത് ലക്ഷ്യപ്രകോപിയും ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ക്ഷമാശീലനായി മാറിയിരിക്കണം. ഹജ്ജിന്റെ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ നമ്മൾ തീക്ഷണമായ പരീക്ഷണങ്ങളെ ആധുനികമായ എന്തൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിലും നേരിടേണ്ടി വരും. കുറെ ആളുകൾ ഒന്നിച്ചു ചേർന്നുള്ള ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കുന്ന ആ ഒരു ഫീലിംഗ് അല്ല സ്വാഭാവികമായി നമുക്ക് ക്ഷമിക്കാൻ പഠിക്കും. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കടുങ്ങല്ലൂർ ലൈവിനൊപ്പം ജലാൽ.